ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അല്ല, ഒരു ദിവസത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം നിങ്ങളൊപ്പം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇഷയ്ക്ക് സ്കൂളിലൊരു ദിവസത്തിൻ്റെ വീഡിയോ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് സ്കൂൾക്ക് കൊടുക്കുന്ന ഒരു പാസ്റ്റിൻ്റെ റെസിപ്പി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ മോർണിംഗ് ഞാൻ എൻ്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇഷാനെ പോയിട്ട് എണിപ്പിച്ചിട്ട് ഫ്രഷ് ആക്കാൻ വിടും. അതിന് ശേഷം ഞാൻ അവൾക്ക് ടിഫിനിലേക്കുള്ളത് എന്തെങ്കിലും റെഡിയാക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൈറ്റ് സോസ് പാസ്റ്റയാണ്. എല്ലാവർക്കും അറിയായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു രീതിക്കല്ല, എൻ്റെ രീതിക്ക് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കിയിട്ട് അതിന് വൈറ്റ് സോസ് പാസ്റ്റയാണ് ഞാൻ പേരിട്ടു. അപ്പോൾ അതാ ജായും എന്തെല്ലോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജായ് കാണിക്കുന്നത് എന്താ വെച്ചെങ്കിൽ ടിഷ്യൂൻ്റെ പാക്കിലുണ്ടായ ഒരു മിക്കി മൗസിന് ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൻ അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കാണിച്ചു തരും അവിടെ മിക്കി മൗസ് ഉണ്ടെന്ന്. അങ്ങനെ ഓൻ്റെ മിക്കി മൗസ് എല്ലാം നോക്കിക്കൊണ്ട് ഞാനിവിടെ കുക്കാക്കി. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളിലുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ട് ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്യണം. അങ്ങനെ ഈ വെജീസ് എല്ലാം കുറച്ചിങ്ങനെ വെന്ത് വരുമ്പോൾക്ക് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ പാലെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് നിങ്ങൾക്ക് വേണ്ടത്ര ഇട്ട് കൊടുക്കുക, കുറേ ഇട്ടണ്ട എന്നെങ്കിലും. അപ്പോൾ ഇപ്പം ഞാൻ 2 സ്ലൈസാണ് ഇട്ട് കൊടുക്കുന്നുള്ള. ആ ചീസെല്ലാം ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെപ്പർ കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട്. നിങ്ങളെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് ഇട്ടെങ്കിലായി. ഇതിലേക്ക് അത്ര എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുള്ളത്. അത്ര സ്പൈസി അല്ലാത്തൊരു പെപ്പർ പൗഡർ ഇത്. അങ്ങനെ പെപ്പറെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കാക്കിയിട്ട് വെച്ച വേവിച്ചിട്ട് വെച്ച പാസ്റ്റ ഉണ്ടാവുമല്ലോ, പാസ്റ്റ മക്രോണി എന്തെങ്കിലും, അത് ഇതിലേക്ക് മിക്സ് ആക്കണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ പറയുന്ന ഒരു അടിപൊളി ടിഫിൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പ്രോ അല്ലെങ്കിൽ എക്സ്പേർട്ടൊന്നുമല്ല കുക്കിങ്ങിൽ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നപ്പോൾ അത് ഞങ്ങൾക്ക് ടേസ്റ്റാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഈ എൻ്റെ സ്കൂളിലേക്കുള്ള ടിഫിൻ്റെ ഫുഡ് ഇവിടെ റെഡിയായി. എന്നെ ഉള്ള ടിഫിനിലേക്ക് അതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ ഇഷ ഫ്രഷായിട്ട് വന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഓളെ റെഡിയാക്കാൻ പോകണം. പിന്നെ ഇതാ ഇഷാനെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇഷാനെ ഞാൻ കുറച്ച് വേഗം റെഡിയാക്കും. എന്താ വെച്ചെങ്കിൽ പോകുമ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. മുന്നേ എല്ലാം, അതായത് ലാസ്റ്റ് ഇയറെല്ലാം ഞാനിങ്ങനെ ലേറ്റായിട്ടാക്കിയിട്ട് വാനെല്ലാം വരുമ്പോൾ പാഞ്ഞിട്ടെല്ലാം പോകുന്നുണ്ടായിന്. അപ്പോൾ എനിക്ക് തന്നെ കഷ്ടമാകുന്നുണ്ടായി, ഞാൻ എന്തിനിങ്ങനെ ലേറ്റ് ആക്കുന്നതെന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഞാൻ കുറച്ച് മുന്നേ തന്നെ ഓളെ റെഡിയാക്കും. അപ്പം ഞാനും കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഓളൊക്കെ ഇങ്ങനെ ഹാപ്പിയിലുണ്ടാവും. ഓളും അതുപോലെ തന്നെ കുറച്ച് നല്ല പോകുമ്പോൾ നല്ലൊരു ഹാപ്പി മൂഡിൽ പോകും. ഇല്ലെങ്കിൽ പിള്ളേർക്കും ഒരു സ്ട്രെസ്സല്ലേ നമ്മൾ ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ടാക്കുമ്പോൾ. അപ്പം ഇതെല്ലാം ഞാൻ എൻ്റെ കൊണ്ടുവന്ന ചേഞ്ചസാണ്. അപ്പോൾ കുട്ടികൾക്ക് അതെല്ലാം നല്ലതാണ് നമ്മൾ അങ്ങനെയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്താ ആ ടൈമിൽ ഇഷൻ്റെ വണ്ടീൻ്റെ കോൾ വന്ന് പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഓളെ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ആക്കുന്നുണ്ട്. എന്നെ കൊണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് വന്നത്, അല്ലെങ്കിൽ നല്ല വെയിലുണ്ടായിന്, നട്ടുച്ച നേരം വെക്കും. അങ്ങനെ ഈശ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി സായിൻ്റെ ഒപ്പമാണ്. അപ്പോൾ സായിനെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഓനെ നേരെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ട്, അപ്പം ഓനും ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് വിചാരിച്ച് ഫ്രഷൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഓനക്ക് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഫോൺ വേണം. പിന്നെ അതിന് കരിയലായി പിടിക്കലായി, പിന്നെ ഞാൻ ഫോണെല്ലാം സൈഡ് വെച്ച്. അങ്ങനെ അതിന് ശേഷം കുറച്ച് വാഷ് ചെയ്യാനെല്ലാം ഉണ്ടായിന്, അതെല്ലാം കൊണ്ടുപോയിട്ട് മെഷീനിലിട്ടതിന് ശേഷം പിന്നെ ഓനക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിൽ പോയി. ഓന് ഇഷയ്ക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒപ്പം ഇരുന്നിട്ട് കഴിക്കുമെന്നല്ലാണ്ട് ഓനക്ക് നേരെ ഫുഡൊന്നും കൊടുത്തിട്ട. പിന്നെ ഓനക്ക് കൊടുക്കുമ്പോൾ ഓൻ എപ്പോഴും ഓൻ്റെ തന്നെ കയ്യിൽ കൊടുക്കണം, അല്ലാണ്ട് ഞാൻ വായിലിടാനൊന്നും കഴിയില്ല. പക്ഷേ ഓൻ എന്താക്കില്ല വെച്ചാൽ ഇങ്ങനെ ഓൻ്റെ ടേബിളിലെല്ലാം ഇട്ടിട്ട് അപ്പുറത്തിടും ഇപ്പുറത്തിടും എല്ലായിടത്തും ഇടും. ഓൻ്റെ വായിലെത്തൂല, അത് വയറ്റിലെത്തൂല. അങ്ങനെയെല്ലാം പിന്നെ ആയിട്ട് ഓനൊരു ഉറങ്ങി എണിക്കുമ്പം ഇഷ എന്താ തിരിച്ച് വരാനായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി. അപ്പം എൻ്റെ പുറത്ത് കുറച്ച് ചെടിയെല്ലാം ഉണ്ടായിന്, കുറേ ഫ്ലവേഴ്സെല്ലാം ഉണ്ടായിന്. അതെല്ലാം കത്തിക്കരിഞ്ഞ് പോയി ഇപ്പോൾ ഇവിടുത്തെ ചൂട്ടിൽ. അങ്ങനെ പിന്നെ ഓനെയും കൊണ്ട് ജസ്റ്റ് മുറ്റത്ത് കുറച്ച് നേരം കളിച്ച്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന വില്ല. ഇത് മൊത്തമായിട്ടല്ല, ഇത് പാർട്ടീഷൻ വില്ലയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടീഷൻ റൂമിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നുള്ളത്.
അങ്ങനെ ഇഷ സ്കൂളിൽ പോയിട്ട് റിട്ടേൺ വന്ന് ഇങ്ങനെ ഓളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി. അപ്പോൾ പുറത്ത് ഓളെ ഇറങ്ങിയിട്ട് വന്നതിന് ശേഷം പിന്നെയും പോയി നോക്കുന്നുണ്ട്, ഓളെ ഫ്രണ്ട് ബായ് ആക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈശേനെ മുന്നേ ഈശേൻ്റെ പപ്പയായിരുന്നു ഡ്രോപ്പ് ചെയ്തുകൊണ്ടും പിക്ക് ചെയ്തുകൊണ്ടും അതിനെ. ഇപ്പോൾ അവൾക്ക് വേറെ വെഹിക്കിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് അവൾക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈവനിങ്ങിലത്തെ ചായൻ്റെ ടൈമായി. അപ്പം ഈ രാവിലത്തെ ചായയും ഈവനിങ്ങിലത്തെ ചായയും എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലും വേണം എനിക്കൊന്ന് സൈഡായിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഫ്രൈസിലേക്ക് സോസെല്ലാം ഇട്ടിട്ട് കഴിക്കുന്നുണ്ടായിന്. ആ സമയത്താണ് ഇഷൻ്റെ ഫ്രണ്ട് വരുന്നത്. അപ്പം കുറേ നേരം പുറത്ത് പോയിട്ട് കളിക്കും. പുറത്തലത്തെ കളിയെല്ലാം മതിയാവാനിട്ട് ഇരുട്ടാകുമ്പം പിന്നെ ബാക്കി റൂമിലാണ് ഓരോ കളിയെല്ലാം. പിന്നെ രാത്രിയാകുമ്പോഴേക്ക് ഡിന്നർ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ ഡിന്നർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ വിശക്കുമ്പോൾ പോയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ കഴിക്കാൻ കഴിയണം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പോയപ്പോൾ ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടായിന്, ക്ലീൻ ആക്കിയിട്ട് വെച്ച ചിക്കൻ. അപ്പോൾ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പണിയില്ലല്ലോ. അങ്ങനെ വേഗം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒന്നുമില്ലൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറി എന്ന് പറയാൻ വേണേൽ. കുറച്ച് ഇഞ്ചിയും സവാളയും കൂടി എന്താ ചെയ്യുക വാട്ടിയിട്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുത്ത്, മഞ്ഞൾ ഇട്ട് കൊടുത്ത്, കുരുമുളക് ഇട്ട് കൊടുത്ത്, ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് കഴിയുമ്പോൾ എന്തോ ഒരു കുറവുണ്ട് കളറിൻ്റെ. അപ്പോൾ മനസ്സിലായ പച്ചമുളക് ഇട്ടിട്ടാണ്. അങ്ങനെ മുകളിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വെച്ച ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഞാൻ വറുത്ത് പൊടിച്ചിട്ട് വെച്ച മുളകും മല്ലിയും ഉണ്ടായിന്, അതൊന്ന് മിക്സിയിൽ അരച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്ത് അത് നല്ലോണം തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും ഇട്ട് കഴിഞ്ഞെങ്കിൽ നമ്മളെ ചിക്കൻ കറി വേഗം റെഡിയായി. അപ്പോൾ ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്, ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി എന്ന് പറയാം. അങ്ങനെ അത് റെഡിയായി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും അതിന് കൂട്ടാൻ അപ്പം വേണമല്ലോ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ സായിദ എന്നെ നല്ലോണം ഹെൽപ്പാക്കുന്നുണ്ട്. ഞാൻ ഒരു സൈഡ് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വരുമ്പോൾ സായി മറ്റേ സൈഡെല്ലാം വലിച്ചിടും. ഓനക്ക് പിന്നെ ഞാൻ എപ്പോൾ കുക്കാക്കുമ്പോൾ ഉള്ള പണിയാണ് ഓൻ എൻ്റെ ഒപ്പം ഇങ്ങനെ എല്ലാ ചട്ടിയെല്ലാം വലിച്ചിട്ടിട്ട് കുക്കാക്കൽ. അങ്ങനെ പിന്നെ നെക്സ്റ്റ് കറിക്ക് അപ്പം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലാണ് അപ്പം, പുട്ടല്ലേ. അങ്ങനെ പുട്ടും ചിക്കൻ കറിയും കൂടി നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാൻ വേഗം പുട്ടുണ്ടാക്കിയെടുത്ത്. പിന്നെ നംഷി പറഞ്ഞ് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമെന്ന്. അപ്പം ഞാൻ പിള്ളേരെയും കൊണ്ട് ജസ്റ്റ് പുറത്തിറങ്ങി. പാർക്കൊന്നും ഇല്ല ഞങ്ങളെ റൂമിൻ്റെ അടുത്ത്, ഇങ്ങനെ ഫാമിലി പാർക്കെല്ലാം കുറച്ച് അപ്പുറമാണുള്ളത്. അപ്പോൾ ഈ 2 പിള്ളേരെയും കൊണ്ട് ഞങ്ങൾക്ക് അത്ര നടന്നിട്ട് പോകാനൊന്നും കഴിയില്ല, റോഡെല്ലാം ക്രോസ് ചെയ്തിട്ട് പോകണം. അപ്പോൾ ഞങ്ങളെ റൂമിൻ്റെ ജസ്റ്റ് പുറത്ത് തന്നെ കുറച്ച് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടൊരു ഏരിയ ഉണ്ട്. അപ്പം അവിടെ ഇങ്ങനെ വിട്ടാൽ 2 കളിച്ചോളും. അങ്ങനെ ഈ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നംഷി വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ ഒന്ന് ക്രിസ്പി ചിക്കന് കുറച്ച് ബ്രോസ്റ്റഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ടിട്ട് ഫുഡ് ഉണ്ടാക്കിയതിന് സാരില്ല, കളയല, ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴേ റെഡിയാക്കിയെന്ന് വിചാരിച്ചിട്ട് എനിക്ക് സന്തോഷമായി. രാവിലെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. പിന്നെ ബ്രോസ്റ്റഡ് കണ്ടാൽ എന്തായാലും ആരെങ്കിലും പോയിട്ട് പുട്ട് കഴിക്കും ഇല്ല. അങ്ങനെ പിന്നെ ഞാനും ഇഷയും നംഷിയും എല്ലാവരും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ എല്ലാം കഴിച്ചിട്ട് അന്നത്തെ ഒരു ദിവസം വൈൻഡപ്പ് ആക്കി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.